നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു യോഗത്തിൽ സദ്ഭരണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. സദ്ഭരണം ഉണ്ടാകണമെങ്കിൽ എമ്പതി വേണം. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറയുന്നത് എമ്പതിയാണ്. സഹാനുഭൂതിയെക്കുറിച്ച് സംസാരിക്കുന്ന വി.ഡി. സതീശന്റെ ഒരു പഴയകാല വീഡിയോ നമുക്ക് കാണാം. നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ജയിൽ സന്ദർശനത്തിനിടെയായിരുന്നു സാബ്ര ബീവി ജയിലിന് മുന്നിലെത്തിയത്. ഏറെ നേരം ജയിലിന് മുന്നിലിരുന്ന ഇവർ ജയിൽ സന്ദർശനം പൂർത്തിയാക്കി വന്ന നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി അധ്യക്ഷൻ വി.ഡി. സതീശൻ എം.എൽ.എ, കെ. മുരളീധരൻ എം.എൽ.എ എന്നിവർക്ക് നേരെ കൈനീട്ടി വീണു. എന്നാൽ സാബ്ര ബീവിക്ക് മുന്നിൽ മുഖം തിരിച്ചുപോയ വി.ഡി. സതീശന്റെ പ്രതികരണം ഇങ്ങനെ: സാബ്ര ബീവിയോട് കാര്യമെന്തെന്ന് തിരക്കാനോ ഇവരെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കാനോ തയ്യാറാകാതെ എം.എൽ.എമാർ ബസ്സിലും കാറിലുമായി മടങ്ങി. തങ്ങളെ കാണാൻ വന്ന ഒരു സ്ത്രീ മണ്ണിൽ വീണ് നിരങ്ങുമ്പോൾ അവരെ കാണാൻ കൂട്ടാക്കാത്ത സഹാനുഭൂതിയാണ് വി.ഡി. സതീശന്റെ. മാത്രമല്ല, ഇവരെങ്ങനെ അകത്തു വന്നു എന്ന് അദ്ദേഹം ദേഷ്യത്തോടു കൂടി ചോദിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രസംഗിക്കുമ്പോൾ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ പറയും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതുമായി പുലബന്ധം പോലും ഇല്ലാത്ത തരത്തിലാണ് പെരുമാറുന്നത്. സിമ്പതിയും എമ്പതിയും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴില്ല. അപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ധാർഷ്ട്യം മാത്രമാണ്.